ഈ പയ്യാവൂരിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നോ? പാലം ഒന്ന് ഇരുന്നിട്ടുണ്ട്, അതിനിടയിലാണ് ചേട്ടൻ മറുകരയിലേക്ക് ഓടിപ്പോകുന്നത്. അതെ, ഞാൻ ചന്ദനക്കാമ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വാഹനത്തിലാണ്, ദൃശ്യങ്ങൾ കണ്ടില്ല. വളരെയേറെ സങ്കടകരമായ കാഴ്ചയാണ് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചത്. വലിയ ദുരിതമാണ് മലയോര മേഖലയിൽ വിതച്ചിട്ടുള്ളത്. അതിലൊന്ന് പയ്യാവൂർ പഞ്ചായത്തിലെ ചന്ദനക്കാമ്പാറയിലെ ആനയടി പാലം. അത് വളരെ കാലം മുമ്പ് തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാലമാണ്. ആ പാലം അപകടാവസ്ഥയിലായിരുന്നു. പലപ്പോഴായിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നായിരുന്നു ആ പാലത്തിന്റെ പുനർനിർമ്മാണം. പക്ഷേ ഫണ്ടുകൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ആ നിർമ്മാണം വൈകിപ്പോയത്. ഈ ഇന്നത്തെ ഈ ദുരിതങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച സംഭവങ്ങളിൽ ഒന്നാണ് ഈ പാലം തകർന്നത്. പാലം നെടുകെ മുറിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായതെന്ന് കണ്ടു നിന്നവരും അവിടെ ഉണ്ടായിരുന്നവരും വിളിച്ചു പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അവിടെ ഇരുകരയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ്. ആ പ്രദേശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഇനി അതിലെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഈ പാലത്തിന്റെ നടുഭാഗം ഒടിഞ്ഞിരുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപകടം തലനാരിലേക്കാണ് ചിലർ രക്ഷപ്പെട്ടിരിക്കുന്നത്. അപകടം കൂടുതലുണ്ടാകാതെ വലിയ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് സമാധാനിക്കാമെങ്കിലും ഈ നാട്ടിൽ വലിയ ഒരു പ്രതിസന്ധി ഈ പാലം ഇല്ലാതായതോടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അതില് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം. അതിനുള്ള നടപടികൾ സർക്കാർ ചെയ്യും. അതിനുവേണ്ടി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് അടിയന്തരമായി പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ചില പാലങ്ങളും ഇതുപോലെ ഇവിടെ വെള്ളം മൂടി യാത്ര പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എല്ലാ വർഷങ്ങളിലും മൂടുന്ന പാലങ്ങൾ തന്നെയാണ് വൈത്തൂര്, മണിക്കടവ്, മാട്രച്ചപ്പാത്ത പാലം, പട്ടിയാന്തോട് പാലം. ഈ പാലങ്ങളൊക്കെ ഉണ്ണായിക്കടവ് പാലം, ഇതെല്ലാം വെള്ളത്തിനടിയിൽപ്പെട്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി എം.എൽ.എ.